കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മനസ്സിലാവുന്നുണ്ട് സർ. ആ ജസ്റ്റ് ഒരു കണ്ണാടിയുള്ള സ്ഥലത്തായിരിക്കണം ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് ആ കണ്ണാടി നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ നല്ല കാര്യങ്ങൾ പറയണം കുറച്ച്. ഓക്കെ, ഞാൻ അദ്വൈതാണ്, ഞാൻ അശ്വനാണ്, ഞാൻ അനഘയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഒന്ന് ജസ്റ്റ് പറയാം. എന്നിട്ട് എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റും, എനിക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും, ഞാൻ ക്ലാസ്സിൽ ടോപ്പർ ആകും, ഉം ഞാൻ നല്ലപോലെ പാട്ട് പാടുന്ന ഒരാളാണ്, എനിക്ക് നല്ലപോലെ എഴുതാൻ കഴിവുള്ള ഒരാളാണ്. ഏം അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പോസിറ്റീവ് സൈഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഐ മീൻ കണ്ണാടി നോക്കിയിട്ട് നമ്മൾ എന്നും രാവിലെ നമ്മൾ പറയാം. അപ്പൊ നമുക്കൊരു ഹാപ്പിനെസ്, നമുക്ക് ഒരു ഒരു സന്തോഷം കിട്ടും. നമ്മൾ പറയുന്നത് നമുക്ക് തിരിച്ചു കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. നമ്മുടെ ആ ചിരിച്ച മുഖം, നമ്മൾ ഏറ്റവും ഐ മീൻ രാവിലെ തന്നെ നമ്മൾ നല്ലത് മാത്രം നമ്മൾ കേൾക്കുന്നത്, അതെന്നും നമ്മുടെ ഡേ ടു ലൈഫിൽ ഐ മീൻ നമ്മുടെ ലൈഫിൽ എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മൾ ആ സ്കില്ലിൽ ഭയങ്കര സൂപ്പർ പവർ ആയി വരും. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിരിക്കും, കോൺഫിഡൻസ് ഭയങ്കരമായിരിക്കും, സെൽഫ് എസ്റ്റീം ഭയങ്കരമായിരിക്കും, സെൽഫ് അവയർനെസ് ഭയങ്കരമായിരിക്കും. കാരണം സെൽഫ് അവയർനെസ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തൊക്കെ മീൻ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സാധനമാണ് സെൽഫ് അവയർനെസ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ഈ സ്കില്ലുണ്ട്, എനിക്ക് ഈ സ്കില്ലുണ്ട്, എനിക്ക് ഈ സ്കില്ല് കുറവാണ്, അപ്പൊ ഞാൻ ആ സ്കില്ല് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം. അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഹൈ ആവും. കാരണം എനിക്കിതൊക്കെ ഈ കഴിവുകളൊക്കെ ഉണ്ട്, എനിക്ക് ഒരു പേടിക്കാനും ഇല്ല, ആ ഒരു സാധനം വരും. പിന്നെ അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം, കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഭയങ്കര സൂപ്പർ ആക്കുക എന്നുള്ള സാധനം നമുക്ക് മനസ്സിൽ വരും. അപ്പൊ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പാടാൻ പറഞ്ഞു, ഞാൻ നല്ലപോലെ പാട്ട് പാടുന്ന, എനിക്ക് നല്ലപോലെ അറിയാം, ആ ഒരു സാധനമൊക്കെ നമ്മുടെ മൈൻഡിൽ ഓൾറെഡി മീൻ ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ഈ മൂന്ന് സാധനവും കണക്ട് ആയിരിക്കും നമ്മുടെ ഒരു ദിവസത്തെ ഓരോ ആക്ടിവിറ്റീസിലൂടെയാണ്. എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് പോയിട്ട് സ്കൂളിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ എടാ നീ ഒരു പാട്ട് പാടുന്ന വെച്ചാൽ, എടാ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരും ഞാനിപ്പോ ജസ്റ്റ് നിങ്ങളെല്ലാം പോസിറ്റീവ് പറയാൻ പറഞ്ഞ എല്ലാവരും പറയുമോ? ആദ്യം ആരെ തുടങ്ങാം? ഞാൻ പറയാം. ഓക്കെ ഓക്കെ, പറ. എന്റെ പേര് അശ്വിൻ, ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് എന്റെ വീട്. ഞാൻ എനിക്ക് നല്ലോണം പാട്ട് പാടറിയാം, പിന്നെ അത്യാവശ്യത്തിന് മിനിയേച്ചർ വാഹനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, പിന്നെ ചെറുതായിട്ട് മെക്കാനിക്കൽ ഇതറിയാം. പിന്നെ നല്ലോണം പഠിക്കും, പക്ഷെ അത് പഠിച്ച് കിട്ടാൻ കുറച്ച് മാത്സ് അങ്ങനത്തെ ടഫ് സബ്ജക്റ്റുകളൊക്കെ കുറെ നേരം ഇരുന്ന് പഠിച്ചാലേ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. പക്ഷെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പ്രൊനൗൺസ് ചെയ്യും, അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ റൈറ്റിംഗ് ഇത്തിരി മോശമാണ്. പിന്നെ ഓക്കെ അത്രേ ഉള്ളൂ സാറേ. ഓക്കെ ഓക്കെ, അടുത്ത ആരാ പറയുന്നേ? ഓക്കെ, പറഞ്ഞു, കുട്ടൂസം പറഞ്ഞു. മൈക്ക് മൈക്ക് മ്യൂട്ടാക്കി പറയണേ. എൻ്റെ പേര് ശ്രീറാം, ഞാൻ കൊല്ലത്ത് ലിവ് ചെയ്യുന്ന. എനിക്ക് ക്രാഫ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞി വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലത്തെ. മെക്കാനിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്.